നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ സമൂഹ മാധ്യമങ്ങളിൽ ഒരു CCTV ദൃശ്യവും മുൻപൊക്കെ പറഞ്ഞ വാർത്തകളും പറഞ്ഞ കാര്യങ്ങളും ഒക്കെ തന്നെ വലിയ റീലായി മാറിയിരിക്കുകയാണ്. ഇന്ന് ഏറ്റവും കൂടുതലും കണ്ടന്റ് റീച്ച് ചെയ്യണമെങ്കിൽ ഇവരുടെ ഒരു വീഡിയോ ചെയ്താൽ മതിയാകും. മറ്റൊന്നുമല്ല, അപ്രതീക്ഷിതമായിട്ടാണ് വളരെ സെലിബ്രിറ്റിയായി നിൽക്കുന്ന, പ്രത്യേകിച്ചും സോഷ്യൽ മീഡിയയിലൊക്കെ തന്നെ വലിയ ഫെയിം ആയിട്ടുള്ള ഒരു വ്യക്തിയുടെ കുടുംബത്തിൽ ഒരു അതിദാരുണമായ സംഭവം ഉണ്ടാകുന്നത്. ഒരു മരണമായിരുന്നുവെങ്കിൽ വിധിയല്ലേ എന്ന് പറഞ്ഞ് ആശ്വസിക്കാമായിരുന്നു. പക്ഷെ ഒരിക്കലും വിചാരിക്കാത്ത രീതിയിൽ തന്റെ ഭാര്യയെ തന്നെ ചതിക്കുന്ന ആ ഒരു നിമിഷം താൻ സ്വപ്നത്തിൽ പോലും കണ്ടിട്ടുണ്ടാകാതിരുന്ന ആ വ്യക്തിക്ക് തന്റെ ജീവിതത്തിൽ അത് സംഭവിക്കുമ്പോൾ എങ്ങനെയാണ് ഒരു മനുഷ്യൻ തകർന്നു പോവുക? ആ മനുഷ്യനെ കൊണ്ട് ഇത് മതി, നിർത്തു എന്ന് പറയത്തക്ക വിധത്തിൽ സോഷ്യൽ മീഡിയ ആ മനുഷ്യന്റെ കുടുംബത്തെയും ആറാടിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസമൊക്കെ തന്നെ ഈ പറയുന്ന രീതിയിൽ സോഷ്യൽ മീഡിയ കപ്പിൾസ് ആയിട്ടുള്ള രണ്ട് വ്യക്തികൾക്കിടയിലാണ് ഇത്തരത്തിലൊരു ബുദ്ധിമുട്ട് ഉണ്ടായിരിക്കുന്നത്. ഇറങ്ങിപ്പോവുകയായിരുന്നു ആ പെൺകുട്ടി ഇറങ്ങിപ്പോയതിന്റെ CCTV ദൃശ്യം അടക്കമുള്ളവ ഇട്ടുകൊണ്ട് വഞ്ചകി, ദ്രോഹി എന്നൊക്കെ പറയുന്നുണ്ട്. തീർച്ചയായിട്ടും അത്തരത്തിലുള്ള ഒരു ഭർത്താവിനെ ചതിച്ചുകൊണ്ട് മറ്റൊരു പുരുഷനെ തേടി പോകുന്നതിനോട് ആർക്കും ഒരു നല്ല അഭിപ്രായം ഉണ്ടാവുകയില്ല. എന്തു തന്നെ ആയാലും പൊരുതേറ്റും പൊരുതാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ വേണ്ട എന്ന് വെച്ച് സലാം പറഞ്ഞ് ലീഗലി നമുക്ക് മൂവ് ചെയ്ത് സെപ്പറേറ്റഡ് ആവാവുന്നതാണ്. പക്ഷേ ഇത്തരത്തിൽ മറ്റൊരു ബന്ധം തേടി പോകുന്നതും ആ ഭർത്താവിനെ ചതിക്കുകയും ഒക്കെ ചെയ്യുന്നതും സമൂഹം ഇങ്ങനെ ആഘോഷിക്കപ്പെടും എന്നുള്ളത് കൂടി ചിന്തിക്കുക. കാരണം അത്തരമൊരു സമൂഹത്തിലൂടെയാണ് നമ്മളെല്ലാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അഖില തന്നെ നേരിട്ട് വന്ന് പ്രതികരിക്കുകയാണ്. നിങ്ങൾ ആരും ആ പെൺകുട്ടിയെ കുറ്റപ്പെടുത്തരുത്, നിങ്ങൾ ആരും ആ പെൺകുട്ടിയെ മോശമായി പറയരുത്, കാരണം അവൾക്കതായിരിക്കാം ശരിയെന്ന് തോന്നിയിട്ടുണ്ടാവുക എന്നുള്ളത്. വളരെ മാന്യമായ ഒരു പ്രതികരണമാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. ഇന്ന് സോഷ്യൽ മീഡിയയിൽ എല്ലാവരും കഴിഞ്ഞ ദിവസത്തെ ഈ CCTV ദൃശ്യങ്ങളും അതുപോലെ തന്നെ മുൻപുണ്ടായിരുന്ന കമന്റുകളും ഒക്കെ പുറത്തു കൊണ്ടുവരികയാണ്. മാത്രമല്ല, ഒരു പ്രൈവറ്റ് ബസ് തൊഴിലാളിയുടെ കൂടെയാണ് ആ പെൺകുട്ടി ഇറങ്ങിപ്പോയത്. അതുകൊണ്ട് തന്നെ ആ തൊഴിൽ വെച്ചുകൊണ്ടും അദ്ദേഹത്തിനെ വളരെ മോശമായി ചിത്രീകരിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല. അതായിരിക്കാം പെൺകുട്ടിക്ക് ശരിയായിട്ടുള്ളത് എന്ന് തോന്നിയിട്ടുണ്ടാകാം, അതായിരിക്കാം എൻ്റെ ജീവിതത്തിൽ നിന്നും പുറത്തിറങ്ങിയിട്ടുണ്ടാവുക എന്നാണ് ആ വ്യക്തി പറയുന്നത്. മാത്രമല്ല, എൻ്റെ കൂടെ ജീവിക്കാൻ ബുദ്ധിമുട്ടുണ്ടാകുമായിരിക്കാം, കാരണം ഞാൻ വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു മനുഷ്യനല്ല, എനിക്ക് പല ബുദ്ധിമുട്ടുകളും ഉണ്ട് എന്നും അദ്ദേഹം പറയുന്നുണ്ട്. എന്തായാലും സമൂഹ മാധ്യമങ്ങൾ കെങ്കേമമായി ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ട്രോളായിട്ടും റീൽസായിട്ടും അതുപോലെ തന്നെ ഈ റിയാക്ഷൻ വീഡിയോസ് ആയിട്ടും ഒക്കെ തന്നെ സമൂഹ മാധ്യമങ്ങൾ ഇപ്പോൾ ഈ ഒരു വിഷയത്തെ വെച്ചുകൊണ്ട് പലരും അതിനെ റിയാക്ട് ചെയ്ത് നാശകോശമാക്കുന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ആ കുടുംബത്തിന് വളരെ ശക്തി ഉണ്ടാവട്ടെ. ഈ ഒരു സമയം മാറിപ്പോകാൻ ഏതൊരു സമയവും കടന്നു പോകുമെന്ന കാര്യത്തിൽ സംശയമില്ല. എന്തായാലും ദൈവത്തെ ഓർത്ത് നിങ്ങൾ ഇനി അതിനെക്കുറിച്ച് സംസാരിക്കരുത് എന്നാണ് അഖിൽ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ഇത്തരത്തിലുള്ള സമൂഹ മാധ്യമങ്ങൾ ഇത്രയും വീഡിയോ നോട്ട് ഇൻട്രസ്റ്റഡ് നമുക്ക് വിടാം, അല്ലെങ്കിൽ അങ്ങനെ വിട്ടുകൂടെ എന്നാണ് പലരും ചോദിക്കുന്നത്. ദൈവത്തെ ഓർത്ത് അഖിലിനെ ആരും ഇത്തരത്തിൽ വലിച്ചിഴക്കരുത് എന്ന് തന്നെ ആയാലും ഒരു പേഴ്സണൽ കാര്യമല്ലേ, ഒരു വ്യക്തിക്ക് ഒരു വ്യക്തി സ്വാതന്ത്ര്യം കൊടുക്കൂ എന്നടക്കമുള്ള കാര്യങ്ങളും പറയുകയാണ് ഇന്ന് സമൂഹ മാധ്യമങ്ങൾ.